വരാന്തര ചെടി ഉണ്ടതാ. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു, മുട്ടുകളായിരുന്നല്ലോ ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ ആ പൂക്കളൊക്കെ കുറേ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ സെയിം ചെടി തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ചില ചെടികൾ നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെ കൊറിയറൊക്കെ വന്നു കഴിയുമ്പോൾ ചില ചെടികൾക്ക് ഇതേപോലുള്ള കളറുണ്ടാകും. അത് നമ്മളത് കട്ട് ചെയ്ത് ഇത് കാണുന്ന സമയത്ത് തന്നെ നമ്മളിതിങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് കൊണ്ട് അതിൻ്റെ ലീഫ് മാറ്റി കൊടുക്കണം. കണ്ടോ? അപ്പോൾ അതുപോലെ നമ്മളിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലും സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. 19 സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിൽ എന്നും ഇതേപോലെ പൂക്കളുണ്ടാകും. അപ്പം ഞാൻ ഇവിടെ നട്ടിരിക്കുന്നത് മൊക്കാറ നോക്കി, മിക്കവാറും എല്ലാ മൊക്കാറിലും ബഡായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓവറായിട്ട് വേറെ മരുന്നുകളൊന്നും ചെയ്യുന്നില്ല. ഞാനിവിടെ കൂടുതലായിട്ട് 19 സ്പ്രേ ചെയ്യുന്നുണ്ട്. പിന്നെ എപ്സം സാൾട്ട് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഈ ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്താണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഗോമൂത്രം വേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് ഒരു ഇലയ്ക്കൊരു മഞ്ഞ കളർ ഉണ്ട്. ഈ കളർ നമ്മൾ നല്ലതായിട്ട് വെയിലത്തിരുന്ന ചെടിയെ ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെടി നല്ല വെയിലത്തിരിക്കുകയാണെങ്കിൽ ചെടിക്ക് കളറിനൊരു മങ്ങൽ വരും. പക്ഷെ നന്നായിട്ട് മുട്ട ഉണ്ടാവും. വെയിൽ കുറയുന്നതനുസരിച്ച് മുട്ട കുറയുമ്പോൾ മൊക്കാറയ്ക്ക് വെയിൽ നല്ലതാണ്, മുട്ട വരാൻ നല്ലതാണ്. ഇലയ്ക്കൊരു മഞ്ഞളൊക്കെ വരും കൂടുതൽ വെയിലടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അതിൻ്റെ ഒരു രീതി മനസ്സിലാക്കി മാറ്റി വെച്ചിരുന്ന നമുക്ക് നമ്മുടെ മൊക്കാറ നന്നായിട്ട് വളർത്താൻ പറ്റും കേട്ടോ. ഓവറായിട്ട് മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടോ, 2 മുട്ടാണ് വരുന്നത്. എന്താ 2 സൈഡിൽ നിന്ന് ബഡ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്താ ഒരു മഞ്ഞ കളറിൽ ഇത് കണ്ടോ. ഇത് നമ്മുടെ മൊക്കാറയും അരാന്തരയും കൂടെ ഒരു വെർട്ടിക്കലായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരുവിധം വേരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കുറച്ച് വാഴയുടെ കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ മുട്ടുകളൊക്കെ വിരിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെല്ലാം നമ്മളിത് തന്നെയാണ് 19 ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഡെൻഡ്രോബിയൊക്കെ ഇതിങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ വെറുതെ ഒരു എയർപോർട്ടിനകത്ത് അങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കരിക്കട്ടൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഞാൻ വെറുതെ എയർപോർട്ടിനകത്ത് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ എയർപോർട്ടിനകത്ത് ഇനി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതെങ്ങനെയുണ്ട് അതിൻ്റെ ഗ്രോത്ത് എന്നൊക്കെ നോക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ്. ചില വെറൈറ്റിയൊക്കെ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ വെറൈറ്റി നമുക്കൊന്ന് പോട്ട് ചെയ്യുന്ന നോക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് പ്ലാന്റ്സ് വാങ്ങിക്കുന്നുണ്ട്. അപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് പോട്ടിങ് ഒന്നും അത്ര വശമല്ലല്ലോ. അപ്പോൾ അവർക്ക് പോട്ടിങ് എങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കുകയും കൂടെ ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ചെറിയ ചട്ടിയാണ്. അപ്പോൾ ആദ്യം സീഡ്ലിങ് ചെറിയ ചട്ടിക്കകത്ത് നട്ട് വളർത്താൻ പറ്റുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒരുപാട് വലിയ ചട്ടിക്കകത്ത് വെക്കുന്നതിനേക്കാളും ഈ ചെറിയ ചട്ടിക്ക് വെക്കുമ്പോഴത്തേക്കിന് പെട്ടെന്ന് വളരും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റീപോർട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നേരിട്ടും വേറെ ചട്ടിക്കകത്ത് വെച്ചാലും മൺചട്ടിക്കകത്തൊക്കെ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഞാനിപ്പോൾ ഈ ഒരു ചെറിയ ചട്ടിക്കകത്ത് പോട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ നമുക്ക് അതിൻ്റെ അടിഭാഗത്തൊരു ചെറിയൊരു കുഞ്ഞ് പോട്ടുണ്ടായിരുന്നു, അത് ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും റൂട്ടുകളൊക്കെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചെടി താന്നു പോകരുത്. നമ്മൾ വെക്കുന്ന മീഡിയത്തിൽ നിന്ന് ചെടി താന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴും ചെടിയുടെ പുതിയ ഷൂട്ടുകൾ വരാനുള്ള സ്ഥലം നമ്മളതിന് ഇട്ടിട്ട് വേണം പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ചെടിയുടെ പുതിയ ശിഖരങ്ങൾ വരികയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് മാത്രം കരിക്കട്ട വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ചെടി ഈ കരിക്കട്ടയ്ക്കകത്ത് നന്നായിട്ട് ഫില്ല് ചെയ്ത് വെക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഈ ചെടി ഒന്ന് ഇരിക്കാൻ വേണ്ട പാകത്തിൽ മാത്രം നമ്മൾ കരിക്കട്ട വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യുന്നത് 19 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ അതേപോലെ ഗോമൂത്രം നേർപ്പിച്ചും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്.